ഹലോ ഗൈസ്, അപ്പൊ നമ്മൾ ഇന്നിപ്പോ ഇവിടെ ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ഗെറ്റ് റെഡി ആവാൻ വേണ്ടി ഞാൻ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട്. പ്ലസ് വണ്ണിലെ കോളേജിലെ കണ്ടെടുത്താന്ന് തോന്നുന്നു. എടുത്ത് എന്റെ കസിന്റെയാണ്. സംഭവം ടൈറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ തടി വെച്ച് നോക്കാത്ത ഞാൻ കുറെ കഷ്ടപ്പെട്ടില്ല കൂടുതലല്ല. നമ്മൾ ഈ 2-3 ദിവസമായി തല നനച്ചിട്ട്, അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ട് തലയ്ക്ക് നന്നായിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഒട്ടിപ്പിച്ചിരിക്കുകയാണ്. പക്ഷെ സാരമില്ല, നമുക്ക് വഴിയില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഒട്ടിക്ക് തടി എന്റെ ആവശ്യമില്ല. ഈ ഗെറ്റ് റെഡി വിത്ത് മീ എന്തിനാണെന്നറിയോ? എനിക്ക് സത്യം പറഞ്ഞാൽ വയ്യെങ്കിലും നമ്മുടെ സിനിമ മുഖ്യം. അത് 2018 സിനിമ. ഞാൻ പോയി കരയാൻ പോവാണ്. ഞാൻ ഭയങ്കര ഇമോഷണൽ ആണ് ഗൈസ്. ഇനി നമുക്ക് ആദ്യം ചെയ്യാനുള്ളത് സിറം എടുത്ത് നമുക്ക് കണ്ട തലയ്ക്ക് എണ്ണമയം പോപ്പ് എന്തിനും കുടിക്കും മുഖമൊക്കെ അല്ല. അപ്പൊ നമ്മൾ സിറം എടുക്കുന്നു, മുഖത്ത് ഇടുന്നു. ഓക്കെ, ഇത് ബ്ലോ തരുന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കറിയാൻ 10 മിനിറ്റ് കൊടുക്കും. പിന്നെ ഇരിക്കട്ടെ, നമ്മൾ സീറോ ഒക്കെ തേക്കണം എന്നൊക്കെ പറഞ്ഞു. നമ്മൾ ഇനിയെങ്കിലും നമ്മുടെ സൗന്ദര്യം ഒക്കെ നോക്കണ്ടേ? ഇത്രയും വർഷം നമ്മൾ നാച്ചുറൽ ബ്യൂട്ടി ആണ്, പിന്നെ നോക്കിയില്ല. ഇനിയിപ്പോ നമ്മൾ സൗന്ദര്യം ഒക്കെ ശ്രദ്ധിക്കാന്ന് വിചാരിച്ച് കുറച്ച് സീറം എടുത്ത് ഇങ്ങനെ തേക്കുക. അത് കഴിഞ്ഞിട്ട് എന്റെ മുഖത്ത് നിറച്ച് ഈ കുരു സാധനമാണ് കേട്ടോ. ചൂടൂര് പുറത്ത് വരാറുണ്ട്, അത് മുഖത്ത് വരാൻ തുടങ്ങിയത് കോമഡി ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ മോയ്സ്ചറൈസർ ഇടാന്ന് വിചാരിച്ചു. അത് മറ്റേ കാട്ടളമാരുടെ സ്റ്റൈലിൽ നമുക്ക് ഇടാൻ കുറച്ച് കൂടുതൽ ഇടുന്നുണ്ട്. സാധാരണ ഞാൻ ഇത്ര ഇടാറില്ല. സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ കുരു പോകാനാണ്. ഓക്കെ, അപ്പൊ നമ്മൾക്ക് തേച്ച് പിടിക്കാം. എന്നിട്ട് ചെവിന്റെ ബാക്കിലൊക്കെ എന്താന്ന് വെച്ചാല് മറ്റേ മുരിഞ്ഞ് പൊട്ടുന്ന സംഭവം. ഇത് സെറ്റഫിന്റെ മോയ്സ്ചറൈസറാണ്. വേറെ ഒന്നുമില്ല, എനിക്ക് കൂടുതൽ പറയാനൊന്നും അറിയാൻ പറ്റില്ല. ഇനി പാതിരാത്രി ആണെങ്കിൽ ഞാൻ സൺസ്ക്രീൻ ഇടാന്ന് വിചാരിച്ചു. കാരണം ഞാൻ അധികം പുറത്തിറങ്ങാത്തതുകൊണ്ട് സൺസ്ക്രീൻ വെറുതെ പൊടിയടിച്ച് പോകണ്ടല്ലോ, സണ്ണില്ലെങ്കിൽ തന്നെ ഇടാന്ന് വിചാരിച്ചു. അപ്പൊ ആയുധമായി അപ്പൊ നമ്മളെല്ലാം തേച്ച് പിടിച്ചിട്ടുണ്ട്. മുഖം കാണാൻ ഒഴുകി വരുന്ന പോലെ ഉണ്ട്. പക്ഷെ നല്ല സുഖമുണ്ട് കേട്ടോ. ആദ്യമൊന്നും എനിക്കിത് ഇഷ്ടമേ അല്ലായിരുന്നു. പിന്നെ നമ്മൾ ഉപയോഗിക്കാൻ അനിയത്തിമാരൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇനി നമുക്കൊരു കുഞ്ഞി പൊട്ടേടാം. കുഞ്ഞി പൊട്ടെന്ന് അറിയുമ്പോഴത്തേക്ക് ഈ പൊട്ട് അയ്യോ പൊട്ടയായിരുന്നാ മതിയായിരുന്നു. ഇപ്പൊ ഞാൻ അത്ര ബ്യൂട്ടി ആയില്ലേ? കാരണം പൊട്ടിട്ടപ്പോഴത്തേക്ക് എന്റെ വ്യത്യാസം നേരത്തെ ഉറക്കപ്പോഴാണ് നടക്കാറ്. ഞാൻ മേലെ എഴുതി കേട്ടോ, ഞാൻ തല നനച്ചില്ലെങ്കിലും. പിന്നെ എന്തിനു വേണ്ടി ലിപ്സ്റ്റിക് ഇവിടെ കിടപ്പുണ്ട്. പിന്നെ വെറുതെ ഇന്ന് ഫുൾ ഹൗസ്ഫുൾ ആണ്. അപ്പൊ നിറച്ച ആൾക്കാരൊക്കെ വരും. ഏതെങ്കിലും ചെക്കന്മാരെ കിട്ടിയാലോ എന്ന് വെച്ചാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ലിപ്സ്റ്റിക് ഇടാം. പക്ഷെ ചുണ്ട് മൊത്തം ഡ്രൈ ആണ്. വെള്ളം ഡീഹൈഡ്രേഷൻ എടുത്തിട്ട് വെള്ളം കുടിക്കാൻ ഡ്രൈ ആയിരുന്നു. എന്തിനെ പോലെ ഇരിക്കുകയാണ്. എന്നാൽ ഇട്ടുക ഇതൊന്ന് ഈ ലിപ്സ്റ്റിക് എന്തായാലും മമ്മീജിന്റെ പരിപാടിക്ക് വാങ്ങിച്ചതാണ്. അപ്പൊ വേസ്റ്റ് ഒക്കെ കളയണ്ടല്ലോ. അപ്പൊ നമ്മൾ വെറുതെ ഇടും. നമുക്ക് ഈ കാലത്തല്ലേ ഇതൊക്കെ ഇടാൻ പറ്റുമോ? ലിപ്സ്റ്റിക് കുറച്ച് ക്യൂട്ടായിട്ട് തോന്നിട്ട്. അപ്പൊ അത് കഴിഞ്ഞു നമുക്ക് അലോവേറ ജെല്ലുണ്ട് കേട്ടോ. ജെല്ലെടുത്തിട്ട് കയ്യിലൊക്കെ ഇങ്ങനെ കയ്യൊക്കെ എന്റെ മറ്റേ എവിടെ കയറിയ പോലെ ഇരിപ്പുണ്ട്. അമ്മാതിരി ഡ്രൈ ആയിട്ട് കിടപ്പുണ്ട്. അപ്പൊ കുറച്ച് അലോവേറ ജെല്ലെടുത്തൊന്ന് പൂശിയ. അയ്യോ, നമ്മൾ മേജർ സാധനം മറന്നു. കമ്മലിട്ടില്ല. കമ്മൽ പറയുമ്പോഴത്തേക്ക് എനിക്ക് ഇപ്പൊ കോളേജിൽ പോകാത്ത ശ്രദ്ധിക്കേണ്ടത് അധികം കമ്മലൊന്നുമില്ല. ഉള്ള തന്നെ പൊട്ടിപ്പൊളിച്ച സാധനം വേറെ വലുതിട്ട് കഴിഞ്ഞാൽ ഓവറാക്കും. അറിയുന്നവരില്ല. ഇരിക്കട്ടെ, ഒരു വലിയ കമ്മലും ഇരിക്കട്ടെ. കുറച്ച് സ്റ്റൈലായിട്ട് കുറച്ച് ഒരു നാടനല്ല, ഒരു എന്താ പനി പറയാ, ഒരു ട്രഡീഷണൽ ലുക്ക് ആയിക്കോട്ടെ. ഇതിന് മറ്റേ പീസ് അവിടെ പണ്ടാലും വേണ്ടല്ലേ, ഇതിട്ടാ മതിയില്ലേ. ഇത് എന്തിനും ഓവറാണ് ജാട. അല്ലെങ്കിൽ ഇരിക്കട്ടെ. സത്യം പറഞ്ഞാൽ ഇതിന്റെ വേറെ സാധനം കാണാനില്ല ഗൈസ്. കണ്ടു ഗൈസ്, കണ്ടോണ്ട് നമുക്ക് ഇതന്നെ. അല്ലെങ്കിൽ നമുക്ക് ചെറുതിട്ടാൽ മതിയായിരുന്നു. പിന്നെ ഈ എവിടെയെങ്കിലൊക്കെ നമ്മൾ ഇതൊക്കെ ഉപയോഗിക്കണമല്ലോ. അപ്പൊ നമ്മൾ കമ്മലിട്ട് ഗൈസ്. അപ്പൊ ഞാൻ സുന്ദരി ആയില്ല ഗൈസ്. ഇനി ഒരു വാച്ച് വാണെങ്കിൽ ഇട്ടാ അവിടെ പോയി അതൊക്കെ ഇരുന്നാൽ മതി എന്ന് പഠിച്ചോനെ എന്തെങ്കിലും വയ്ക്കാം. അയ്യേ, പക്ഷെ എന്തോ കമ്മൽ ഓവറായ പോലെ ഒരു സംശയം. അങ്ങനെ നമ്മൾ റെഡി ആയിരിക്കുന്നു. നമുക്ക് 7:30 ഷോ ആണ്. ഇപ്പൊ സമയം ഇപ്പൊ 7:22. ഞാനൊരു 7:25 ആവുകയാണ്. 22 ആയി 3 moments. അങ്ങനെ നമ്മുടെ